ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർക്കുലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായി ഫിഷുകളെയും മറ്റു ജീവികളെയും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡ് ഫിഷുകളുടെയും അതേപോലെ കോയിയുടെയും പോണ്ടുകളാണ്. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പുറത്തുള്ള കോയികളെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷേ വിഷമിക്കേണ്ട, 7 വർഷം മുമ്പ് നമ്മുടെ ടീറെക്സ് അക്വാട്ടിക്സിൻ്റെ പേജിൽ ഇവിടെയുള്ള വെറൈറ്റി കോയീസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ദിസ് ഈസ് അവർ ഗൈ കെവിൻ ടാൻ ഫ്രം മലേഷ്യ. എനിക്ക് ഈ ഹോബിയിൽ ഏറ്റവും കൂടുതൽ അറിവ് നേടാനായിട്ട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കെവിൻ. ഏഷ്യയിൽ എവിടെ ഏത് ഫിഷ് ഉണ്ടെങ്കിലും പുള്ളിയോട് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും ആളത് എത്തിച്ചേരും. ഈ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ ടാങ്ക് ആൻഡ് ലൈറ്റ് ഫ്രം ADA. അക്വാസ്കേപ്പിംഗ് ഹോബിയിലുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു ബ്രാൻഡാണ്. ഓരോ ടാങ്കുകളിലും പലതരത്തിലുള്ള പ്ലാന്റുകളുടെയും അതേപോലെ ഫിഷുകളുടെയും കളക്ഷൻസാണ്. ധാരാളം ഫിഷുകളെ ഈ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ സ്പീഷീസുകളുടെയും പേരെടുത്ത് പറയാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഷിനെ പറ്റി സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്താണോ ആ ഫിഷിനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം കമൻറ്റിൽ മെൻഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിഷിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഇത് മോൺസ്റ്റർ ഫിഷുകൾക്കായിട്ടുള്ളൊരു ഹ്യൂജ് ടാങ്കാണ്. ഇതിൽ പല വെറൈറ്റീസിലുള്ള വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഫിഷുകളാണുള്ളത്. ഹോബിയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ളൊരു ഫിഷാണ് ചനാബാർക്ക. ഇതിനെ കെവിൻ ഫീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കാണാം. യു ക്യാൻ സീ ഫിഷ് ഫ്രം എവറി പാർട്ട് ഓഫ് ദ വേൾഡ്. ആഫ്രിക്കയിലുള്ള ഫ്രണ്ടോസോ മുതൽ സൗത്ത് അമേരിക്കൻ സിക്ലിഡുകൾ, ആഫ്രിക്കൻ സിക്ലിഡ്സ്, ഏഷ്യയുടെ മറ്റു പല സ്ഥലത്തു നിന്നുള്ള റെയർ ഫിഷും കോമൺ ആയിട്ടുള്ള എല്ലാ ഫിഷസിനെയും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പല ഭാഗത്തും കാണാം. അർവാന ടു അലിഗേറ്റർ ഗാർ. ഇതൊരു പ്ലാറ്റിനം ഗാറാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ്, പലുഡേറിയം, ടെറേറിയം പ്ലാന്റ്സ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു കാമലിയോനാണ്. വളരെയധികം പ്രത്യേകതകളുള്ളൊരു ജീവിയാണ്. വളരെ ലോങ് ആയിട്ടുള്ള സ്റ്റിക്കി ടങ്, സ്വന്തം കണ്ണുകൾ ഒരേ സമയം 2 കണ്ണുകളും വ്യത്യസ്ത ദിശകളിലേക്ക് തിരിക്കാനായി കഴിയുന്ന, നമ്മുടെ ഓന്തിനേക്കാൾ അടിപൊളിയായിട്ട് നിറം മാറാൻ കഴിയുന്നൊരു ജീവിയാണ് ഈ കാമലിയോൺ. ആൻഡ് ദിസ് ഈസ് എ പ്ലാന്റഡ് ടാങ്ക് ഫുൾ ഓഫ് ബാർബ്സ്, ഒഡീസ ബാർബ്, റൂബി ബാർബ്, റോസി ബാർബ്. ദർ ആർ സോ മെനി വെറൈറ്റീസ് ഇൻ ദിസ് വൺ. ഇതൊരു പ്രോപ്പർ ഡിസ്പ്ലേ ആണ് ബാബുകളുടെ. ഇതിൻ്റെയൊക്കെ ഈ ഫിഷുകൾ തന്നെ വേറെ ടാങ്കുകളിലും ഉണ്ട്. ഈ ടാങ്കിൽ കാണുന്നത് മിസ് കേരളയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂട്ടേഷനാണ്. ഇത് മലയാളികൾ ചെയ്തതല്ല, ഇത് വേറെയുള്ള ഏഷ്യക്കാർ കൊണ്ടുപോയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ബ്രീഡ് ചെയ്ത് പല വെറൈറ്റീസിൽ ഇപ്പോഴും വേൾഡിൽ മൊത്തം സെല്ല് ചെയ്യുന്നു. ദീസ് ആർ സം വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ്. ഇത് നിയോൺ ടെട്രയുടെ തന്നെ ആൽബിനോ വേർഷൻ. നമ്മുടെ നാട്ടിലെ തൊട്ടാവാടിക്ക് സമാനമായിട്ടുള്ള വെള്ളത്തിൽ വളരുന്ന ടച്ച് മീ നോട്ട് പ്ലാന്റാണിത്. നൈറ്റ് ആയതുകൊണ്ട് പ്ലാന്റ്സ് അതിൻ്റെ ഇലകളെല്ലാം മടക്കി, എന്നാലും 1-2 പേര് മടക്കാതിരിപ്പുണ്ട്. അതിനൊക്കെ ഇവനൊന്ന് തട്ടി മടക്കുന്നതാണ് ഈ കാണുന്നത്. സം ബെറ്റ ഫീമെയിൽസ്. 10-20 വർഷത്തെ സർവീസുള്ള നമ്മുടെ മലയാളിയായ ബിനു. കളക്ഷൻ ഓഫ് ഫുഡ്, മെഡിസിൻ ആൻഡ് അതർ അക്സസറീസ്. ഒരുമാതിരിപ്പെട്ട വേൾഡിലെ എല്ലാ നല്ല ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഗോൾഡ് ഫിഷിൻ്റെ കളക്ഷൻസ് അമേസിംഗ് ആണ്. എപ്പോൾ വന്നാലും വ്യത്യസ്ത സൈസിലുള്ള വെറൈറ്റി ഗോൾഡ് ഫിഷസിനെ നമുക്കിവിടെ കാണാം. ആഫ്രിക്കൻ സിക്ലിഡുകളുടെ ഒരു ശേഖരം തന്നെയാണ്. എംബൂണാസ്, പീകോക്സ്, ഷ്വെൽ ഡ്വല്ലേഴ്സ് ആയിട്ടുള്ള ചെറിയ ഡ്വാർഫ് ടൈപ്പ് ഓഫ് ആഫ്രിക്കൻ സിക്ലിഡ്സ്. സിക്ലിഡുകളുടെ കൂടെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള കുക്കു, ക്യാറ്റ് ഫിഷ്. ഹോബിയിൽ അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ലാത്ത പാഡിൽ ഫിഷ്. ഫ്രഷ് വാട്ടർ പഫർ ഫിഷുകളിലെ രാജാവെന്ന് വിളിക്കാവുന്ന എംബു പഫർ. വളരെ ഡോസൈലായിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പഫർ ഫിഷാണ്. എന്നാൽ വളരെ എക്സ്പെൻസീവുമാണ്. ഈൽസ്, വൂൾഫ് ഫിഷ്, അരാപൈമ, അലിഗേറ്റർ ഗാസ്. ഫ്രഷ് വാട്ടർ സ്റ്റിംഗ് റൈസിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പേൾ സ്റ്റിംഗ് റൈസ്, അതിൻ്റെ തന്നെ ആൽബിനോ വേർഷൻസ്. ആൽബിനോ സ്റ്റിംഗ് റൈസിനൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ 50,000 മുതൽ 70,000 രൂപ വരെയാണ് വില. ആൻഡ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ബെറ്റാസ്. കുറച്ച് സമയം എടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള എല്ലാ സാധനത്തെയും കണ്ടു തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കെവിൻ ചനാബാർക്കയ്ക്ക് ഫീഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് വളരെ ചെറിയതായിട്ടുള്ള സൈസിലാണ് ഇവിടെ വന്നത്. പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു ഫിഷാണ്. ഇവിടെ വന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഡബിൾ സൈസ് ആയിട്ടുണ്ട്. 2 ഫിഷസാണ് വന്നത്. അതിനെ ഒരുമിച്ചിടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണ്. സോ 2 ഫിഷിനെ 2 സെപ്പറേറ്റ് ടാങ്കുകളിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. നൈസ് കളക്ഷൻ ഓഫ് റെയിൻബോ ഫിഷ്, പീക്കോ ഗഡ്ജിയൻ. ഇതിലെ കുറേ ഫിഷുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ്. ഡ്വാർഫ് ലോബ്സ്റ്റേഴ്സ്. നമ്മുടെ നാട്ടിലെ പോലുള്ള നല്ല വെള്ളം കിട്ടും. പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഹിയർ. റെൻറ്റ് കൊടുക്കണം, കറണ്ട്, പിന്നെ എല്ലാം കൂടെ ഭയങ്കര എക്സ്പെൻസാണ്. സോ നിങ്ങൾക്ക് നാട്ടിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. തായ്ലൻഡ് പോലുള്ള കാലാവസ്ഥയും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കിത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നാട്ടിൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നൊക്കെ ഒരുപാട് പേര്
പ്രചോദനം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് നല്ല ചാനൽസൊക്കെ ഉണ്ട്. വെരി നൈസ് ജോബ്. ഇത് അമാനോ ഷ്രിംസ് ടാങ്കിലെ ഒരു ആൽഗെ ക്ലീനിങ് ക്രൂ ആണ്. ജർമ്മൻ ബ്ലൂ റാംസ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിഷ് ടു ബ്രീഡ്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ പെട്ടെന്ന് ചത്തുകയും ചെയ്യും. വൺ നൈസ് ബെറ്റ, മെയിൽ ബെറ്റ. തിങ്സ് വിൽ ഗെറ്റ് ഇൻട്രസ്റ്റിംഗ് ഫ്രം ഹിയർ ബിക്കോസ് ഇത് റെപ്റ്റൈൽസിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിൽ പാക്മാൻ ഫ്രോഗ് ചില ആളുകൾക്ക് വലിയ പണിയൊന്നും എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഫിഷിനെ പോലെ ഒന്നുമല്ല, കുറച്ചും കൂടെ ഈസിയാണ് ഇതിനെയൊക്കെ കെയർ ചെയ്യാൻ. വലിയ ആക്ടിവിറ്റി ഒന്നുമില്ല, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മളടുത്ത് ഇൻട്രാക്ട് ചെയ്യും, അത്യാവശ്യം കടിക്കുകയും ചെയ്യും. വലിയ പാക്മാൻ ഫ്രോഗിൻ്റെ നിന്ന് കടി കിട്ടിക്കഴിഞ്ഞാൽ കൈമുറിയുകയും ചെയ്യും. സീസണലായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള റെപ്റ്റൈൽസ്, പാക്മാൻ ഫ്രോഗ്, ഗെക്കോസ്, പണ്ടൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള പൈത്തൺസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇവിടെ ഇല്ലീഗലാണ്. സോ യു വോണ്ട് സീ സ്നേക്സ് ഹിയർ. കേരളത്തിൽ ഇത്തരത്തിലുള്ള പെറ്റ്സിനെയൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ആൻഡ് ഐ ഹാവ് ആൻ അനൗൺസ്മെൻറ്റ് ടു മേക്ക്. നല്ല ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി എല്ലാവിധത്തിലുള്ള പെറ്റ്സിനും ഇൻക്ലൂഡിങ് റെപ്റ്റൈൽസ്, ഡോഗ്, ക്യാറ്റ്സ്, ബേർഡ്സ്, എല്ലാ ജീവികൾക്കും A to Z പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സ്റ്റോർ. എനി പെറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം. ഇത് സോൾട്ട് വാട്ടർ ഫിഷാണ്. ഒരു മറൈൻ ജയൻറ്റ് ഹമൂർ, നമ്മുടെ നാട്ടിൽ കറൂപ്പ് എന്നൊക്കെ പറയുന്ന ആംഗ്ലേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇത് ക്ലൗൺ ഫിഷിൻ്റെ തന്നെ ഡിസൈനർ വെറൈറ്റീസിൽ വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലൗൺ ഫിഷസ് ആണ്. ഈ മറൈൻ ഫിഷസിനെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. കോറൽസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ ഫിഷസിന് കറക്റ്റായിട്ടുള്ള സലൈനിറ്റിയും നല്ലൊരു ഫിൽട്രേഷനും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ മറൈൻ ഫിഷസിനെയും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും കുറച്ച് ഫ്രഷ് വാട്ടർ ഫിഷസിനെ കാണാം. ഇത് റൈസ് ഫിഷ് എന്ന് വിളിക്കുന്ന ഈസി ആയിട്ട് കീപ്പ് ചെയ്യാനും ബ്രീഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫിഷാണ്. ഗപ്പിയെ പോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് മാൻമെയ്ഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ആദ്യം കണ്ട ബാർബ് ഫിഷസിൻ്റെ കുറച്ച് ഹൈ ഡെഫിനിഷൻ ഷോട്ടുകളാണ്. ബാർബുകളെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർ പൊതുവേ മറ്റ് ബാർബുകളുടെ കൂടെ ഇവർ വളരെ കംഫർട്ടബിളാണ്. നമ്മൾ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗപ്പീസ്, ഗോൾഡ് ഫിഷ് പോലെയൊക്കെയുള്ള ഫിഷുകളെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ നിപ്പ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അവർ ആ സ്ട്രെസ് കൊണ്ട് മറ്റ് ഫിഷുകളെ കൊന്നു കളയുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർക്ക്. ഇതൊരു കാക്ടസ് പ്ലെക്കോ, പേര് പോലെ തന്നെ ശരീരത്ത് മുള്ളുകളുള്ളൊരു ഫിഷാണ് കാക്ടസ് പ്ലെക്കോ. ദീസ് ആർ ക്രിബെൻസിസിൻ്റെ തന്നെ ആൽബേനോ വെർഷനാണ് ഈ കാണുന്നത്. ഗപ്പിയെ പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു വെർഷനായിട്ടുള്ള എൻഡ്ലേഴ്സിൻ്റെ നല്ല കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ ഫിഷുകളെ പറ്റിയും സിസ്റ്റങ്ങളെ പറ്റിയും പ്ലാന്റുകളെയും അക്വാസ്കേപ്പുകളെയൊക്കെ പറ്റി വളരെ നല്ല നോളജുള്ള കെവിൻ്റെ അണ്ടറിൽ വർഷങ്ങളോളം പരിശീലനം നേടിയ ഇരട്ട സഹോദരന്മാരാണ് ജിഷ്ണു ആൻഡ് വിഷ്ണു. അവരുടെ കായംകുളത്തുള്ള ഷോപ്പാണ് ട്വിൻ സ്റ്റാർ നേച്ചർ അക്വാട്ടിക് സ്റ്റുഡിയോ. നിങ്ങൾക്ക് അക്വാസ്കേപ്പ്, വലിയ ഫിഷ് സിസ്റ്റം സംബന്ധമായിട്ടുള്ള എന്ത് എൻക്വയറീസിനും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാണുന്നത് ഗ്ലോ ടെട്ര, നമ്മുടെ ബ്ലാക്ക് സ്കേർട്ട് ടെട്രയെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു ഫിഷാണിത്. ഇത് ക്രോ ഫിഷ്, ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ എന്നൊക്കെ വിളിക്കുന്ന ഇതിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുമ്പുള്ളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ജലത്തിന് മുകളിലുള്ള ചെറുപ്രാണികളെ വെള്ളത്തിൻ്റെ അസ്ത്രം ഉപയോഗിച്ച് എയ്തിടുന്ന ആർച്ചർ ഫിഷ്. കണ്ടാൽ പാമ്പാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഫ്രഷ് വാട്ടർ ഈൽ. അനദർ കൂൾ ഫ്രഷ് വാട്ടർ പഫർ, ടെട്രാഡോൺ ഷൗഡിനി. ആൻഡ് ദിസ് ഈസ് സം കൈൻഡ് ഓഫ് ജിയോഫാഗസ്. എൻ്റെ എക്സാക്റ്റ് പേര് മറന്നുപോയി. ഇത് ഇലക്ട്രിക് ബ്ലൂ അക്കാറ. ദീസ് ആർ സം റമീനോസ് ടെട്രാസ്, ആൽബൈനോ കോങ്കോ ടെട്രാസ്, റെഡ് ലിസാർഡ്, വിപ്റ്റൈൽ, ക്യാറ്റ് ഫിഷ്, വാമ്പയർ ക്രാബ്സ്. സോ ഞാനത് കുറേ സ്പീഡപ്പ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദർ ആർ സോ മച്ച് കണ്ടൻറ്റ് സ്റ്റിൽ ഐ ഹാവ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹമൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഈ വീഡിയോയ്ക്ക് നല്ല കമൻറ്റും ഷെയറും ഒക്കെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളിടാം. ബൈ ബൈ.